ഇങ്ങനെ കരയുന്നു ഇവക്ക് തുടങ്ങിയല്ല. ഞാനിത് പറഞ്ഞപ്പോ മുതലേ ഇങ്ങനെ ഒരു യാത്ര പോണെന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷമില്ലാത്ത ഒരാൾ എൻ്റെ ബാക്കിൽ ഇങ്ങനെ പെട്ടിയെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട്. എന്താ കാര്യം നമുക്ക് ഇയാളോട് തന്നെ ചോദിക്കാം. നികി, എന്താണ് പൊതുവെ എല്ലാ യാത്രകൾ ചെയ്യുമ്പോൾ നീ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ല, ഇന്നെന്താ നിനക്കൊരു ഹാപ്പിനെസ് കുറവ്, മുഖത്തൊരു മ്ലാനത നിഴലടിക്കുന്നുണ്ടല്ലോ, ഞാൻ കാണുന്നു. എനിക്ക് തോന്നുന്നുണ്ട്, നിനക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ സത്യമായിരിക്കും കേട്ടാ. എന്താണത്? ഇതെന്താണിത്? ഇത് മറ്റേ പഴയ സിനിമ ഇനി തീരം തേടും തിരയുടെ പാട്ടിൽ എന്ന് വെച്ചാ അമ്മ എന്നല്ലേ വീട്ടില് കൊറേ പണിയെടുക്കും, നമ്മളൊരു സുഖിച്ചിരിക്കല്ലേ, അതുകൊണ്ടാ. അപ്പൊ ഇതെല്ലാം എന്നല്ലേ വിരിച്ചിട്ടേ, അതിന്റെ ഒരു സന്തോഷത്തിന്റെ മടി. അതിന്റെ സന്തോഷം എന്താണോ എന്തോ, അത് വിട്, പോട്ടെ, കുഴപ്പമില്ല. പാവം, പഞ്ചപാവം. എന്താണ് പറയൂ, എന്നിട്ട് കാര്യം പറയൂ. കാര്യമൊന്നുമില്ല, നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു ആഡിന്റെ ഷൂട്ട് ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് പോണം എന്തായാലും. എനിക്കും അപ്പൊക്കും പോയേ പറ്റും, മക്കളെ കൂട്ടാൻ വേണ്ടി. എന്താണ് ഇത്? കണ്ണൊക്കെ കാര്യങ്ങൾ അവളെ ചുമന്ന് കണ്ണല്ലോ. എന്താന്ന് നോക്ക്, ഇവളെന്താ പറയണ്ടേ? സംഭവിച്ചിട്ടുണ്ടെങ്കിണ്ടല്ല, നമ്മുടെ യാത്രകൾ എന്ന് പറഞ്ഞാൽ നിനക്കറിയാമല്ലോ, നമ്മൾ എവിടെ പോകണ്ടെങ്കിലും നമ്മൾ 4 ആള് ഉറപ്പായിട്ടുണ്ടാവും. അതായത് ഞാനും നികിയും മക്കളും 2 പേര്, അങ്ങനെ 4 ആളുണ്ടാവും. അതിനോടൊപ്പം നമ്മളോടൊപ്പം സന്ധ്യയും സബിളിയനും നന്ദൂട്ടനും അതങ്ങനെ ഉണ്ടാവും. കരയണ ഒരാൾ, അല്ലെങ്കിൽ അച്ഛനും അമ്മ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ യാത്രകൾ. നമ്മ 2 ആള് മാത്രം യാത്ര പോക്ക് ഇല്ല. സത്യം പറഞ്ഞാ നമ്മള് കണ്ണൂര് ടൗൺ വിട്ട് നമ്മള് അല്ലെങ്കിൽ ഒരു എപ്പോഴെങ്കിലും രാവിലെ പോയി വൈകുന്നേരം എന്തായാലും നമ്മള് അപ്പൊ പറഞ്ഞല്ലോ, നമ്മ 2 ആള് പോകുന്നത് ബൈക്കിന്റെ അടുത്ത് അവിടെ പോകും, അങ്ങനെയുള്ള പരിപാടി അല്ലാതെ പോക്കില്ല. അപ്പൊ ഇപ്പൊ പോയാലും നമ്മള് രാത്രി ദിവസമായിട്ട് തിരിച്ചെത്തലുണ്ട്. അതെ, അപ്പൊ ഇപ്പൊ ഒരു ഒന്നുമില്ല, അധികം ദിവസം ഒന്നുമില്ല, ഒരു 2 ദിവസം. 2 ദിവസം 2 യുഗം പോലെ ഇങ്ങനെ കരയുന്നു ഇവക്ക് തുടങ്ങിയല്ല. കരഞ്ഞോണ്ടിരിക്കുന്നു. കരി നിന്റെ സങ്കടം മറ്റേ കരഞ്ഞു തീർക്ക്. മറ്റേ നീ പറയുന്നില്ലേ, എന്താണ് മറ്റേ നമ്മുടെ ദിലീപ് പറയുന്നില്ലേ, എന്താണ്, അല്ല ബഹദൂർ പറയുന്നില്ലേ, ഒരു ജോക്കർ കോമാളി കരയാൻ പാടില്ല പറയുന്ന പോലെ. എടി, ഇത് കരയാൻ പാടില്ല, ഇതല്ല ഇതിൽ പറഞ്ഞിട്ടുള്ളതാ. ഞാനിങ്ങനെ പറഞ്ഞപ്പോ ഓപ്പനോട് പറഞ്ഞു, എടി ഇത് നമ്മളെ ജോബാണ്. ഇപ്പൊ മക്കളെല്ലാം നാട്ടിൽ നിർത്തിയിട്ട് എത്ര ആൾക്കാർ ഗൾഫിലെല്ലാം പോകുന്നുണ്ട്. നിനക്കിപ്പൊ 2 ദിവസത്തെ കാര്യല്ലേ, നീ ഇങ്ങനെ. ഞാനിത് പറഞ്ഞപ്പോ മുതലേ ഇങ്ങനെ ഏതോ ലോകത്താ അല്ലേ. സംഭവം വേറൊന്നല്ല. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് പറഞ്ഞല്ല, നമുക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യമുണ്ട്. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡാണ്, ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ആഡ് ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് തൃശ്ശൂർ ഭാഗത്തോട്ട് പോയിട്ട് ഒരു എന്താ പറയുക, നമ്മുടെ എന്താണിത്, കരയുന്നൊന്നുമില്ല. പിന്നെ എന്തിനാണ് കരയുന്നമ്മ? പിന്നെ കരയുന്നൊന്നുമില്ല, അത് വെറുതെ ഉള്ളി അരിഞ്ഞിട്ട് കരഞ്ഞതാ മക്കളെ. ഇതെന്താണ് കൈ കാണിച്ചോളെ, കൈ കാണിക്ക്. എന്റെ മോളുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എന്റെ ദുഗ്ഗുവിന്റെ ലോകം കാണണം നിങ്ങക്ക്. ഞാൻ കാണിച്ചു തരാം. ദുഗ്ഗുവിന് ശരിക്കും പറഞ്ഞാൽ ഇല്ലേ, ഒരു മൊത്തത്തിലൊരു റൂം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട സമയമായി എന്ന് പറയാം. സമയമായി എന്നല്ല, കഴിഞ്ഞു. കാരണം എന്റെ മോക്ക് കൊറേ സാധനങ്ങളുണ്ട്, കാണിച്ചു തരാം. എന്താണ് നോക്കേണ്ടത്? ഇത് കണ്ട, നിങ്ങളിത് കാണുമ്പോ വിചാരിക്കും നമ്മൾ വൃത്തിയാക്കാണ്ട് വലിച്ചു വാരി ഇട്ടേക്കാണെന്ന്.
പക്ഷെ നിക്ക് ഇപ്പൊ അടിച്ചു വാരി ഇട്ട സംഭവമാണിത്. ഇതിനകത്തൊന്നും വലിച്ചു വാരി ഇട്ടേക്കണതല്ല, ഇതെല്ലാം തൊഗുവിൻ്റെതാ. അതെ, മോളുടെ പാവേന്റെ തുണിയില്ല നമ്മളെ പാവക്ക്. പിന്നെ ഇതേ കണ്ടത് പെൻസിലുകള്, ഇതിങ്ങനെ ഒരുപാട് ക്രാഫ്റ്റുകൾ ഇങ്ങനെ ആക്കുന്നത്. ഇതിനകത്ത് അത് മൊത്തം സാധനങ്ങളാണ് കണ്ടത്. ഇത് ഇതിനടിയിലോട്ട് കണ്ട, ഇത് മൊത്തം ഇതൊന്നല്ല, ഇനി ഇത് കൂടാണ്ടുണ്ട് ഒരുപാട് ഐറ്റം വേറെ കെട്ടി വെച്ചിട്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ മോളത്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാ പിന്നെ ലോകം അവസാനിച്ചാലും ഇത് കൃഷി അറിയില്ല. ഇവിടെ ഇരുന്ന് കൊത്തി വെട്ടി മുറിച്ച്, എന്റെ ദൈവമേ, സ്റ്റഡി ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ എത്ര സമയം കളിക്കാൻ വിളിക്കുന്ന ബോറടിക്കുമ്പോ വരില്ല. പിന്നെ പറയും 2 മിനിറ്റ് കഴിയുമ്പോ പറയും ഒരു 5 മിനിറ്റ് കഴിയിട്ട്. ഇന്ദ്രുവിന്റെ ഒപ്പം ദുഗു കളിക്കാൻ പോകൂല. വിളിച്ചു കഴിഞ്ഞാല് ഇന്ദ്രുവിന് മറ്റേ ഫുട്ബോളും അത് കളിക്കണം. ഒരാൾ കരഞ്ഞരിഞ്ഞ് കഴുകാൻ പോയി മുഖമൊക്കെ തുണിയെടുത്തരാൻ പോയതാ. ഞാൻ വെച്ച് നീ കരഞ്ഞരിഞ്ഞ് മുഖം കഴുകാൻ പോയിന്ന്. അപ്പൊ ഞാൻ അല്ല, അപ്പൊ മക്കളൊരു സെക്കൻഡ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ആഡിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ല. തുടങ്ങിയപ്പോഴാണ് ദുഗു വന്നത്, അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ നമ്മുടെ ഒരു ആയുർവേദ പ്രൊഡക്റ്റ് എന്താ പറയാ, എന്തൊരു ഉണ്ട്, അതും കൃത്യമായിട്ട് നമുക്കറിയില്ല. അവിടെ ചെന്നാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതിൻ്റെ ആഡും ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്ന് പെരിന്തൽമണ്ണ, തൃശ്ശൂർ, പിന്നെ വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പം അങ്ങനെ അത് വഴിയേ പറയാം. അപ്പം അതും അങ്ങനെ 2-3 കാര്യങ്ങളായിട്ട് പോകുന്നതാണ് നമ്മൾ. അപ്പം ഇതെല്ലാം ഓരോ ദിവസം വേണം ഇതിന്. അപ്പം എല്ലാം കൂടി 2 ദിവസത്തെ തീർക്കാമെന്ന് വിചാരിക്കും നമ്മൾ. 3-ാമത്തെ ദിവസം നമ്മൾ തിരിച്ചെത്തും. അപ്പം അതാണ്. പക്ഷെ 2 രാത്രി 2 പകലൊക്കെ ആയിട്ട് വരെ 2 രാത്രി 2 പകല ഒരു രാത്രി 2 പകലൊക്കെ ആയിട്ട് വരെ പിരിഞ്ഞിരിക്കേണ്ട ഒരു വിഷമമാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഊതിയായിരുന്നു. സംഭവം എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഞാൻ എവിടെ പോകുന്നുണ്ടെങ്കിലും അറിയാമല്ലോ നിങ്ങൾക്കിപ്പോൾ. മുമ്പ് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, പല ഇതിനകത്തായിട്ടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പറയാനാണെങ്കിൽ ആരും ഇല്ലെന്ന് തന്നെ പറയാം. ശരിക്കും ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരും, നല്ല ഇതൊക്കെയാണ്. പക്ഷെ എന്നാലും നമ്മൾ എപ്പോഴും അങ്ങനെ കൂടി പോകുന്നില്ലെന്ന് പറയണം സത്യം. വിളിക്കലും പറയലൊക്കെ ഉണ്ട്, എല്ലാവരും വിളിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്. നിജിലുണ്ട്, പ്രതിവേട്ടനുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. പക്ഷേ എങ്കിൽ വിളിക്കാൻ പറയുകയെങ്കിൽ എപ്പോഴും നമ്മളങ്ങനെ വല്ലപ്പോഴും പോകുന്നല്ലാതെ പോകുന്നില്ല. എപ്പോഴും ആരാ കൂടെ ഉണ്ടാവല്? എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്ന് പറയുന്ന പോലെ നികി തന്നെയാണ് എപ്പോഴും കൂടെ ഉണ്ടാവുക. അപ്പോൾ എവിടെ പോകുമ്പോഴായാലും, ഇനിയിപ്പോൾ ഒരു കടയിൽ പോകണമെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോകണമെങ്കിലും ഇവള് ബൈക്കിൻ്റെ പുറകിലുണ്ടാവും. ഇവള് വരട്ടെ എന്നോട് ചോദിക്കും. വന്നില്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ചുറ്റിപ്പറ്റി ഇവളെ വിളിച്ചിട്ട് പോകും. അപ്പം നമ്മളെവിടെയെങ്കിലും വണ്ടി എടുത്ത് പോകണമെങ്കിൽ, കാർ എടുത്ത് പോകണമെങ്കിൽ മക്കളും ഉണ്ടാവും വണ്ടിയിൽ. അതിപ്പോൾ സിനിമേൻ്റെ ഷൂട്ടിന് പോകുമ്പോഴായാലും അല്ലാണ്ട് ഒരു എറണാകുളം പോകുമ്പോഴൊക്കെ അങ്ങനെയാണ് പോകുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2 മാത്രം പോകുന്നത് അല്ലേ. അപ്പം അത് ഒരു എന്താ പറയുക, ഒരു വിഷമമുണ്ട്. അതെനിക്കുണ്ട്, നികിക്ക് നല്ലോണം ഉണ്ട്. എനിക്ക് പിന്നെ ഉള്ളില് വിഷമം വെച്ച് പുറമേ ചിരിക്കാൻ എനിക്കറിയില്ല. ഉള്ളില് വിഷമം ഉണ്ടെങ്കിൽ അത് ആരോട് സംസാരിക്കുമ്പോഴായാലും നീ എന്താ ഒരു വിഷമിച്ചിരിക്കുന്നതെന്ന് അറിയുമ്പോഴേക്കും എൻ്റെ ആ വിഷമമല്ല. ഞാൻ ചിലപ്പോ ഒരു പരിചയമില്ലാത്ത ആള് വന്നിട്ട് എന്നോട്, ഞാനിപ്പോ ഒരു വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കുന്നത് എന്ത് വിഷമിച്ചിരിക്കുന്നേന്ന് ചോദിച്ചാൽ ചിലപ്പോ ഞാൻ അവരോടും എന്റെ വിഷമം, ഞാൻ ഇതിനാന്ന് വിഷമിച്ചിരിക്കുന്നേന്ന് പറയും. എനിക്ക് ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറമെ വേറെ ഒന്ന് പെരുമാറാൻ അറിയില്ല. എന്റെ മുഖത്ത് എന്താണോ, എന്റെ ഉള്ളിൽ എന്താണോ അത് എന്റെ മുഖത്ത് ശരിക്കും ഇൻട്രൂട്ടനായാലും ഇൻട്രൂട്ടനെയും ടീച്ചറും സ്കൂളിൽ നിന്ന് പറയല് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ട് ഇൻട്രൂട്ടന് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ടീച്ചർ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും ഇൻട്രൂട്ടൻ പെട്ടെന്ന് കരയുന്ന പറയല്. അത് ഇവര് 2 എന്റെ അതേ സ്വഭാവമാണ്. അതെ. അപ്പൊ നികിനോട് ഞാനിപ്പോ എന്തെങ്കിലും വണ്ടി പോകുമ്പോ സമയത്ത് ചിലപ്പോൾ നാളെ തന്നെ തന്നെ പിടിക്കും, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ വ്ളോഗിൽ തന്നെ ഉണ്ടാവും, നിങ്ങൾക്ക് കാണാം. അപ്പൊ എന്തെങ്കിലും വണ്ടി എന്ന് പറഞ്ഞ ചെറിയ കാര്യത്തിനായിരിക്കും. ചിലപ്പോൾ മൊബൈൽ എടുത്ത് ക്യാമറ എടുത്ത് ശരിയായില്ല, പിന്നെ എനിക്ക് കരച്ചിൽ തുടങ്ങും. പിന്നെ കരഞ്ഞാലുള്ള ചൊറ എന്താണെന്നറിയോ, വേഗമൊന്നും അതിൽ നിന്ന് മാറി വരില്ല. നോർമൽ ലൈഫിലേക്ക് എത്തണമെങ്കിൽ സമയം എടുക്കും, കുറച്ച് സമയം എടുക്കും. ഞാനിപ്പോ നാളത്തെ പോക്കിന് ഇപ്പോഴേ ഓപ്പനോട്, ഇന്നിപ്പോ നമ്മൾ ഇൻട്രൂട്ടിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായി. അന്നേരം തൊട്ടേ ഞാൻ ഓപ്പനോട് പറഞ്ഞേ നാളെ ചിലപ്പോ എന്റെ മൂഡ് എങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ പറ്റൂല.
ചിലപ്പം എന്റെ മൂഡ് ശരിയായിരിക്കൂല, ഞാൻ എന്തെങ്കിലും എല്ലാം മൈൻഡിലായിരിക്കും. അതുകൊണ്ട് എന്നോട് അധികം വർത്താനം പറയാനോ അതോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വേറെ വല്ല മൂഡിലാണ് നീ എന്തിങ്ങനെ ഇരിക്കുന്നേ അങ്ങനെ ഇരിക്കുന്നേന്നൊന്നും ചോദിച്ച് പറയാനൊന്നും നിക്കണ്ട. ഞാൻ ചെലപ്പോ വേറെ മൂഡായിരിക്കുന്നു. ഞാൻ ഇപ്പഴേ ഏത് മൂഡ്? പൊളി മൂഡ്, ഏത് വൈബ്? നീക്ക് ഫുൾ ഡെസ്പായിരിക്കും. പക്ഷെ നീ വേറെ കാര്യമുണ്ട്, ആ ഷൂട്ടിന്റെ സമയത്ത് അപ്പൊ ഏത് മൂഡായാലും നമുക്ക് വഴി അങ്ങനെ കാണാം. അപ്പൊ എനിക്ക് പകല അത്രയും വിഷമം ഉണ്ടാവില്ല, സന്ധ്യ ആവുമ്പോഴെനിക്ക് ഇങ്ങനെ അത് പണ്ടായാലും ഇല്ലേ. ഞാൻ ഇപ്പൊ നിങ്ങളെ പിരിഞ്ഞ് നിൽക്കാത്ത പോലെ പണ്ട് എന്റെ അമ്മേനെയും അച്ഛനെയും ഞാൻ പിരിഞ്ഞ് നിക്കേയില്ല. കല്യാണം കഴിയുന്നവരെ ഞാൻ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ആ കാര്യം പറഞ്ഞപ്പോഴാണ്, പണ്ട് എൻ്റെ അച്ഛൻ്റെ ചേച്ചിയൊക്കെ വല്യമ്മച്ചിയൊക്കെ വീട്ടിൽ നിൽക്കാൻ വരും. വീട്ടിൽ നിൽക്കുന്നിട്ട് അവര് പോകുമ്പോ അവര് ചോദിക്കും വരുന്നോ സജീഷ് എൻ്റെ വരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ അന്നേരത്തെ ഒരു ആവേശത്തിന് ചാടിക്കയറി പറയും നിക്കാൻ വരുന്നെന്ന് പറയും. സ്കൂൾ വെക്കേഷനൊക്കെ സമയത്തായിരിക്കും. അപ്പൊ അന്ന് നമുക്ക് വേറെ എവിടെയും പോകാനില്ലല്ലോ. അപ്പൊ നമ്മള് പെട്ടെന്ന് മൂഡിൽ പറയും ഞങ്ങളും വരുന്നെന്ന് പറഞ്ഞിട്ട് ചാടിക്കയറി വല്യമ്മച്ചിയൊപ്പൊക്കെ പോവും. അപ്പൊ വല്യമ്മച്ചി കൊച്ചിയിലാണ്, എറണാകുളത്താണ്, കാക്കനാട്. അപ്പോൾ ഞങ്ങൾ എറണാകുളം ജില്ല ആയിരുന്നെങ്കിലും എറണാകുളം ജില്ലയെന്നേ പറയാൻ പറ്റൂ. അങ്ങേ ഒരറ്റത്താ, വലിയ ദൂരം ഉണ്ടെന്ന്. അന്നത്തെ വെച്ച് നോക്കുമ്പോൾ വലിയ ദൂരം. അപ്പോൾ പോവും, വല്യമ്മച്ചോടൊപ്പം പോവും. എന്നിട്ട് അവിടെ ചെന്ന് വൈകുന്നേരം ആവൂല്ലേ നമുക്ക്, സന്ധ്യ ആവുമ്പോ ഒരു ടെൻഷനാണ്. നമ്മക്ക് അമ്മനെ കാണാനൊക്കെ തോന്നും വീട്ടിലിങ്ങനെ, അമ്മനെ കാണാൻ അച്ഛനെ കാണാൻ വീട്ടിൽ, അച്ഛനെ കാണാൻ നമുക്ക് തോന്നും. പക്ഷെങ്കില് അമ്മനെ കാണാൻ തരുമ്പോ കരച്ചിൽ വരും. അന്ന് അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ അയ്യോ അമ്മനെ കാണാം. അപ്പൊ വൈകുന്നേരം അന്ന് അമ്മ മക്കളാണ്, മനസ്സിലായി? ആ കാര്യ പറയുന്നത്, നിങ്ങ മക്കളായ കാര്യമല്ല, ഞങ്ങ മക്കളായ കാര്യമാണ് പറയുന്നത്. അപ്പൊ അന്നേരത്തെ ഒരു ഭയങ്കര സങ്കടമായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുന്നത് വെറുതെ പോന്ന് ഏത് സമയത്താ വരാൻ തോന്നി. ഇനിയിപ്പൊ വേറൊരു കാര്യമുണ്ട്, ഇവരോട് പറയാനും പറ്റൂല, നമുക്ക് വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് തിരിച്ച്, അങ്ങനത്തെ വിഷമാണ്. ഞാനാണെങ്കിൽ ആദ്യമായിട്ട് അമ്മേനെയും അച്ഛനെയും വിട്ടിട്ട് ശശിലമ്മായി ലിജിമേച്ചിയെല്ലാം വന്നപ്പോ, നീലേശ്വരം വന്നപ്പം അല്ല വീട്ടിൽ വന്നപ്പം വരുന്നാന്ന് ചോദിച്ചു. വെക്കേഷൻ ആയിരുന്നു, ഡിസംബറില് ക്രിസ്മസ് വെക്കേഷൻ ആയിരുന്നു. വരുന്നാന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ആവേശത്തിന് വരുന്നു, ചാടിക്കേറി പോയി. അവിടെ എത്തി, വല്യമ്മേന്റെ വീട്ടിലെത്തി, ഡ്രസ്സെല്ലാം മാറി. എത്തിയപ്പോഴേക്കും ഒരു 3-3:30 ആയി. സന്ധ്യ ഇങ്ങോട്ട് ആയപ്പോ തൊട്ട് ടെൻഷൻ ആവാൻ തുടങ്ങിയില്ലേ. പോയിട്ടോ പിറ്റേന്ന് രാത്രി ഉണ്ട് പറയുന്നു, കടലിന്റെ അടുത്താന്ന് ഇവരെ വീട്. കടൽ സുനാമി. ഞങ്ങളെ ഇവിടെ നിങ്ങൾക്ക് അറിയാലോ, വയലിന്റെ പ്രദേശത്ത് പുഴയേ ഉള്ളൂ. സുനാമി അങ്ങനെ അത്രയും വന്നെങ്കിലേ ഉള്ളൂ. കടൽ ഭാഗത്ത് ലിജിമേച്ചിന്റെ എല്ലാം വീട്, വല്യമ്മേന്റെ വീട് എന്നെല്ലാം പറയുന്നത് നമ്മളെ തൊട്ട ഈ രാമേട്ടന്റെ പറമ്പും നമ്മളെ ഇതും വീടും പോലെയാണ് അവരെ വീടും കടലും. സുനാമി ആയിട്ട് എന്നിട്ട് ആ ഒരു 10 ദിവസം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു വെക്കേഷൻ സമയത്ത്. ആ 10 ദിവസം ഏതോ സ്കൂളില് അഭയാർത്ഥി ക്യാമ്പ് ഉണ്ടാവൂലേ, അവിടെ പോയി നിന്ന് ആദ്യമായിട്ട് പോയിട്ട് സുനാമി വന്നിട്ട് സുനാമി വന്നത്. അല്ല ശരിക്കും പറഞ്ഞാല് സുനാമി പെട്ട അന്ന് ഒഴുകി പോകേണ്ട മുതലാണ് പെട്ടി പാക്ക് ചെയ്തോണ്ട് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും പറഞ്ഞു ഇങ്ങെത്തി. നമ്മള് ശരിക്കും ഉദ്ദേശിച്ചത് ഇന്നിപ്പോ നാളെ പോകുന്നു പറഞ്ഞിട്ട് വേഗം നിർത്താന്ന് വെച്ചാൽ ഇതിപ്പോ നീണ്ടു കുറെ ഇങ്ങോട്ടായി. അപ്പൊ നാളെ വെളുപ്പിന് എന്തൊരു ദുഗു അച്ചാമ്മയും പോകും. എന്നിട്ട് കുഴപ്പമില്ല, നിങ്ങ അച്ചാമ്മയൊക്കെ ഇല്ല ഇവിടെ. അപ്പൊ നിങ്ങ ഇവിടെ നിക്ക്, അടിച്ചു പൊളിക്ക്. യോ അതെ അച്ഛമ്മയില്ലാത്തോണ്ട് അയ്യോടാ. സ്നേഹമുണ്ട് അച്ഛനോടും അമ്മനോടും. അതെയാ എടാ ഇന്ദ്രയെല്ലാം കരയൂ, ഇന്ദ്രയെല്ലാം വേഗം കരയൂ. ഇപ്പൊ ഈ പറയുന്ന പോലെയൊന്നുമല്ല, നമ്മള് പോകുമ്പോ ഇന്ദ്രയെല്ലാം കരച്ചിലായിരിക്കും. ഇപ്പൊ തന്നെ മുഖം മാറി, നേരത്തെ ആളല്ല, മുഖം ചെറുതായിട്ട് മാറി. എന്തായി കരയാൻ തുടങ്ങിയ? ഞാൻ പറഞ്ഞില്ലേ വേഗം കരയെന്ന് പറഞ്ഞില്ലേ? ഇപ്പഴേ കരയുന്ന എന്തിനാ ഇനി? അതിനെന്തിനാ ഇപ്പഴേ കരയുന്നു? അതാ കണ്ണീരെല്ലാം വരുന്ന.
പോട്ടെ കരയണ്ട കേട്ടാ. അച്ഛനെ വേഗം വരും. എന്റെ കരയണ്ട. കരയല്ല, ചെറിയ ചുമയെല്ലുണ്ട്. നമ്മൾ ഇന്ന് പോയിട്ട് മരുന്നെല്ലാം മേടിച്ചിട്ടാണ് വന്നത്. പിന്നെ ഇവരെ കൂട്ടാത്ത എന്താന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിന്റെ ഒക്കെ ഒരു ആഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് ഇവരെ ഇരുത്തുക അതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ രണ്ടാളും പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് വേറെ സ്ഥലത്ത് പോകണം, കുറേ സ്ഥലങ്ങളിൽ ഇവരെയും കൊണ്ട് നടക്കണം. അപ്പോൾ ഇന്ദ്രുവിനാണെങ്കിൽ അറിയാലോ, ഇപ്പം ഈ സിനിമേൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ യാത്രയാണ്. നമ്മളിപ്പോൾ ഈ പോയി വന്നു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത ഷെഡ്യൂൾ ഷൂട്ടിന് ഇനിയിപ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ വിളിക്കുമെന്നും പറയാൻ കഴിയില്ല. അപ്പോൾ പോകണം. അപ്പോൾ ഇപ്പം ഇന്ന് ഞങ്ങൾ കൊണ്ട് മരുന്നൊക്കെ വാങ്ങി വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും സുഖമില്ലാത്ത സമയത്ത് നമ്മൾ ഇനി ഇവരെയും കൊണ്ട് പിടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോകുന്നത് ശരിയല്ല. ശരിയായിട്ടല്ല, പോയി കഴിഞ്ഞാൽ പിന്നെ അത് കൂടും. അടുത്ത ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇവരെ കൂട്ടാത്ത. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ രാവിലെ വെളുപ്പിന് അങ്ങ് പോവാം. അപ്പോൾ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്ത് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് മൊത്തത്തിൽ ഇതാണ് കാണിക്കുക. ഇവിടുന്ന് നമ്മൾ പോകുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ കണ്ട് നമുക്ക് തിരിച്ച് വരുന്നിടത്തോളം വരെ ഈ വ്ളോഗിൽ തന്നെ ആഡ് ചെയ്യാം അല്ലേ. കുറച്ച് ലെങ്ത് ഉണ്ടാവും. പോട്ട് എല്ലാ കാലത്തല്ലേ അല്ലേ. ഇപ്പൊ തന്നെ 15 മിനിറ്റ് 16 മിനിറ്റ്. അപ്പൊ എന്തായാലും ഇനി നാളെ രാവിലെ പോകുമ്പോൾ തൊട്ട് കാണാം അല്ലേ. ഓക്കെ. പിന്നെ നമ്മളോടൊപ്പം നമ്മുടെ ക്യാമറ എടുക്കുന്ന ചെക്കനുണ്ട് അജയ് അല്ലേ. ഓക്കെ റെഡി. അപ്പൊ പോകുന്ന വഴിക്ക് നമുക്ക് വഴിയെ അങ്ങോട്ട് കാണാം അല്ലേ. ഓക്കെ. ഗുഡ് മോർണിംഗ്. അങ്ങനത്തെ രാവിലെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് മെല്ലെ വിടാം അല്ലേ നികി. ഇതെന്താണിത്, ഒരു ഉറങ്ങാ എന്തോ മറ്റേ ഉത്സവത്തിനാ പള്ളിയിലൊക്കെ പോകുന്ന പോലത്തെ ഒരു അമ്പലത്തിലല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവത്തിനൊക്കെ പരിപാടി കാണാനൊക്കെ പോകില്ലേ, അതുപോലെയാണല്ലോ ഉള്ളത്. നാടകമൊക്കെ ഉള്ളപ്പോൾ ഗാനമേള നാടകത്തിനൊക്കെ പോണ പോലെ തണുപ്പടിക്കാണ്ട് തല ഒതക്കാൻ വേണ്ടി. ഓ അങ്ങനെ ഉറങ്ങാൻ പെട്ടിയല്ല ഒന്നുമില്ല. അതെ ഒരു ചെറിയ പെട്ടിയുള്ളൂ. പിന്നെ നിങ്ങളുടെ ഒരു ബാഗും. അത് നീ ബെഡ്ഷീറ്റിന്റെ കളർ നിന്റെ ബാഗിന്റെ കളർ ഏതാണ്ട് മാച്ചാണല്ലോ. മക്കളെ രണ്ടാളും നല്ല ഉറക്കാട്ടാ നല്ലത്. വിളിക്കണ്ടെന്ന് തോന്നുന്നു, അവർ ഉറങ്ങിക്കോട്ടെ അല്ലേ. വിളിക്കണം, പോകാൻ നേരത്ത് വിളിക്കണം, ഉമ്മ തരണം എന്നൊക്കെ പറഞ്ഞിട്ടാ കിടന്നത്. ഒന്ന് പറഞ്ഞേക്കടി ജസ്റ്റ്. ദുഗുശി അച്ഛന മോള് രണ്ടാളും ഇന്ദ്രോ പിന്നെ എണീക്കാതിരിക്കും. ദുർഗ വേഗം ചാടി എണീക്കും. എനിക്ക് അങ്ങനെ തന്നെയാണ്. നികയെല്ലാം ഉറക്കത്തിന് ഒരു ചെറിയ കുറെ പണിയുണ്ട്. വിളിച്ചെണീപ്പിച്ച ദേഷ്യമായിരിക്കും. നല്ല ആക്കിയിട്ട് എണീക്ക്. അച്ചക്ക് ഉമ്മയില്ല. എന്തപ്പാ ഒരു ഉമ്മതാടാ അച്ചക്ക്. അയ്യോടാ എന്റെ മോനും എണീറ്റാ. ഉമ്മ ഇഞ്ചുരു മെല്ലെ ഇട്ടാ മതിയപ്പോ അച്ചൊരു പൊന്നി. മെല്ലെ മതി അച്ചൊരു മുത്ത് അയ്യോടാ. ഇവിടെ കിടന്ന് ഉറങ്ങിക്കുവാണെങ്കിലേ കിടന്നോ ചെല്ലി. ചെറു മക്കള് കിടന്ന് ഉറങ്ങിക്കോ. എന്തായി ക്ഷീണുണ്ടോ? ചെല്ലി കിടന്ന് ഉറങ്ങിക്കോ. കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പൊ. എന്നാ കിടന്ന് ഉറങ്ങും. പനിയൊന്നുമില്ലല്ലോ എനിക്ക്. അമ്മയോട് മരുന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ദുഗുശി വാവനെ നോക്കണേ, പഠിപ്പിക്കെല്ലാം ചെയ്യണേ. ക്ഷമയം പോയിട്ട് വരാട്ടാ. വേഗം വരും കേട്ടാ. നോക്കിയിട്ട് വേഗം വരുവേ. ഇന്ന് സ്കൂളിലല്ല, അടങ്ങി ഒതുങ്ങി നിൽക്കുക കേട്ടാ. ഇവിടെ നിന്ന് കളിച്ചേ. വേറെ ഓടിക്കളിക്കാൻ കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടാ. അജയ് വന്നിട്ടുണ്ട്. പുറത്തേക്ക് പോയിട്ടുള്ള കളിയൊന്നും വേണ്ട കേട്ടാ. ബാ പടി എന്നാല് താത്താക്കുന്നേ ചാമയുടെ ഒപ്പം. എന്നാ അച്ചാമ്മന്റെ അടുത്ത് ഇറന്നോ കേട്ടാ ഉമ്മ. ഓ എന്നാ പിന്നെ നമ്മൾ ഇറങ്ങട്ടെ കേട്ടോ. മെല്ലെ അങ്ങോട്ട് ബാക്കി നമുക്ക് വഴിയെ വിശേഷങ്ങളൊക്കെ മെല്ലെ മെല്ലെ കാണാം അല്ലേ. ഹായ് ഇഞ്ചുരു. അതെ വിഷമല്ല ഇപ്പൊ അല്ല, നമ്മള് പറഞ്ഞ പോലെ രാത്രി ആവുമ്പോഴാണ്. ഞാൻ അമ്മനോട് ലേശം ചായ വെക്കാൻ പറഞ്ഞേട്ടാ. കുറച്ച് ചായ. ഇതെന്താ ബനിയാനെ കിടക്കുന്നത്? ഒരു ലേശം ചായയും കുടിച്ചിട്ട് നമുക്കത് വിടാം. 6 മണിക്ക് വിടണം എന്നാ പറഞ്ഞത്. കറക്റ്റ് 6:05. കുഴപ്പമില്ല, ഒരു 6:15 വിഷയമില്ല, സമയമുണ്ട്. ഇപ്പോൾ ചായ കുടിച്ചിട്ടാണ് പോവാം. അമ്മ ഇതല്ലേ അമ്മ തയ്ച്ച താലോണി? പാമ്പ് പോലെ ആയിപ്പോയല്ലേ അമ്മ ചെറുതായിട്ട്. ഈ സൈഡൊക്കെ വരയൊന്നും അങ്ങനെ ശരിയായിട്ടില്ലല്ലോ. പാമ്പാ?
അമ്മ മറ്റേ പിള്ളേരെ കളിക്കുന്ന മറ്റൊരു ഇതുണ്ട്, ആമയൊക്കെ ഉണ്ട്, ആ നമ്മുടെ സ്പോഞ്ചെല്ലാം എടുത്തിട്ട് അടിച്ചതാണിത്. കുഴപ്പമില്ല, രസമുണ്ട്. നീ വേണോ വണ്ടിയിൽ വെക്കാൻ? ഇല്ല. അപ്പോൾ ചായ റെഡി. ഒരു ചായ കുടിച്ചിട്ട് നിനക്ക് ചായ വേണോ? വാ എനിക്കിടെ കാര്യം പറഞ്ഞാൽ എനിക്ക് ബായ് അമ്മ വേണ്ട, മതി, ചായ മതി. വെളുപ്പിനെ പോണെന്നോട്ട് നേരെ ഏതാണ്ട് നേരം വെളുക്കല്ല പകലായിന്ന്. വേണ്ട, എല്ലാം വെട്ടം വെച്ച്. അച്ഛാ നമ്മള് പോയിട്ട് വരാം. എന്നാ പിന്നെ പോയിട്ട് വരാം കേട്ടോ. അമ്മേ കേറിക്കോ. ഓക്കെ ഇറങ്ങിക്കോ. നിക്ക് തുറക്കട്ടെ. നിക്കിന ഇവിടെ ഇറക്കി വിടെയാണ്. എന്താ മറിച്ച് പറഞ്ഞ നീ എന്തോ നിലത്തിട്ട പോലെ. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭണ്ണാരമെന്നത്. നമ്മ എവിടെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നേർച്ചയിട്ടിട്ടാ പോവുക. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലെത്തി ഒന്ന് നേർച്ചയിട്ടിട്ടേ പോവുള്ളൂ കേട്ടോ. അങ്ങോട്ടാണ് നമ്മുടെ ക്ഷേത്രം, ദുർഗാംബിക, നാറാത്ത് ദുർഗാംബിക ക്ഷേത്രം. അതാ നാറാത്ത് ഗ്രാമപഞ്ചായത്ത്. വാങ്ങി ഇവിടെ ഒരു നേർച്ചയിട്ടില്ലെങ്കിൽ നമുക്കൊരു എന്തോ ഒരു വിഷമാണല്ലേ. എനിക്കിൻ്റെ തറവാട്ട് ക്ഷേത്രമാണ്. എന്നാ വിട്ടാലാ? ഓക്കെ റെഡി. ബാക്കി വഴിയാട് കാണാല്ലേ. രാമേട്ടൻ വരുന്നുണ്ട് കയറാൻ വേണ്ടിട്ട്. ഓക്കെ, ഞങ്ങളിപ്പോ നമ്മുടെ വടകര കഴിഞ്ഞ് ഏതാണ്ട് കൊയിലാണ്ടി അടുപ്പിച്ചെത്താനല്ലേ. അതെ, ചായ കുടിക്കാൻ നല്ല വിശപ്പായി തുടങ്ങിയെന്ന് പറയാം. ഒരു ഹോട്ടലിൻ്റെ കയറിയതാ, പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഒന്നും കിട്ടിയില്ല. നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോകുമ്പോൾ പൊറോട്ടയും നല്ല അയില മുളകിട്ട കറി ഉണ്ടെങ്കിൽ അല്ലേ, അതൊരു പ്രത്യേകത. പക്ഷേ നമ്മളുണ്ടല്ല രാവിലെ അവിടെ നിന്ന് പോരുന്നുണ്ടെങ്കിൽ ഏതാണ്ട് നമ്മുടെ കോഴിക്കോട് കഴിയുന്നതിന് മുമ്പ് കഴിക്കും. കോഴിക്കോട് കഴിഞ്ഞ് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ മുളകിട്ട അയിലക്കറി കിട്ടലൊക്കെ കുറവാണ്. പിന്നെ തേങ്ങ അരച്ച പോലത്തെ അല്ലെങ്കിൽ കുടംപുളി ഇട്ട പോലത്തെ കിട്ടുള്ളൂ. അതുകൊണ്ട് മലബാർ ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് വരും ചായ രാവിലെ വരുന്നതാണെങ്കിൽ. പക്ഷെ ഇന്ന് നമുക്കത് കിട്ടിയില്ല. ഇന്ന് നിക്ക് എന്താ കഴിക്കുന്നത്? പുട്ടും. ഇതാ നിക്ക് പുട്ടിനടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. പുട്ട് നിന്ന് തള്ളാനുള്ള പരിപാടിയാണ്. പുട്ടും മുട്ടക്കറി, വേറെ മീൻകറിയൊന്നുമില്ല. ഞാൻ 2 പൊറോട്ട. അജയ്ക്കുട്ടൻ ഉണ്ട് ഇവിടെ. അജയ്ക്കുട്ടൻ മസാല ദോശ. തേങ്ങ ഭയങ്കര പൈസ, അപ്പൊ കുറയും. ഇതിനകത്ത് വലിച്ചു വരുത്തി നിന്ന് എന്റെ പൊറോട്ട ഈ പൊറോട്ട. എന്നാ പിന്നെ ചായ കുടിക്കാം കേട്ടോ. എന്തായാലും ചായ കുടിച്ചിട്ട് എനിക്ക് തൃപ്തിയായല്ലേ. പുട്ട് മാത്രമേ ഉള്ളു, തേങ്ങയില്ലാത്ത പുട്ടാണ്. എടാ നീ മസാല ദോശ മറ്റേ ചട്നിയിൽ തേങ്ങ ഉണ്ടാ? ചട്നിയിലില്ല, സാമ്പാറിലും സാമ്പാറുണ്ടാവില്ല. ചട്നിയിൽ തേങ്ങയില്ല, തേങ്ങയില്ലാത്ത ചട്നിയാണ്. ചട്നിയിൽ തേങ്ങയില്ല, അപ്പൊ സാമ്പാറിനുണ്ടാവുമായിരിക്കും. അതാ പറയുന്നത്, മനസ്സിലാവത്തെ. ഐ മീൻ ചട്നിയിൽ ഉണ്ടെങ്കിലും ഓക്കെ ഇല്ലാന്ന് പറയാം, പക്ഷേ സാമ്പാറിലൊന്നും പ്രശ്നം, സാമ്പാറിനും വെള്ളം. അപ്പൊ അതല്ല, ഒരു വണ്ടി നിറച്ച് തേങ്ങ പോകുന്നു. ആ തേങ്ങ കുറച്ചവിടെ കൊണ്ട് ഇറക്കി കൊടുക്കും അല്ലേ. ഒന്ന് തേങ്ങ ഇട്ടിട്ട് കുറച്ച് പുട്ടും തേങ്ങ ഇട്ടിട്ട് കുറച്ച് ചട്നിയെല്ലാം ആക്കട്ട് അല്ലേ. എന്തായാലും പൊറോട്ട പിന്നെ എപ്പോഴും എല്ലായിടത്തും ഏറെക്കുറെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഉപ്പില്ല, പൊറോട്ടക്ക് ഉപ്പില്ല. കറിയാൻ കൂട്ടിയിട്ടില്ല, പൊറോട്ട മാത്രം മുട്ട മാത്രം പുഴുങ്ങിയത് പോലെ തിന്നത്. നമ്മളില്ലേ ചില സമയത്ത് നമ്മൾ ഈ യാത്ര പോകുമ്പോ നല്ല ഹോട്ടലിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഭാഗ്യം പോലെയാണത്. അങ്ങനെ കിട്ടുമ്പോ നമുക്കൊരു തൃപ്തിയാണ്. നമ്മള് അങ്ങനെ പൈസ പോകുന്ന മാത്രല്ല, നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് തൃപ്തിയാവുമ്പോ അതൊരു ഇതാണത്, ഒരു രസമാണ്. പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ച് തൃപ്തി ആയാലോ എന്നൊരു ഇതുണ്ടാവും. അറിയില്ല ഇപ്പൊ പിന്നെ എപ്പോഴും രാവിലെ വെളുപ്പിനെല്ലാം എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റാറില്ല. എന്തോ ഒരു തിന്നു കഴിഞ്ഞാ പിന്നെ എന്തല്ലോ പോലെ ആയിരിക്കും അവസ്ഥ. വഴിയുണ്ട്
തിന്നാതിരുന്നാ മതി. അതെ തിന്നാതിരുന്നാ മതി, സത്യാണ്. റോഡുകൾ കണ്ട നമ്മളിപ്പോ സത്യം പറഞ്ഞാല് നമ്മുടെ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ എവിടെ നിന്നാണെന്നറിയോ? ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തലശ്ശേരി മാഹി ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് കൊയിലാണ്ടി വരെയുള്ള റൂട്ട്, അതായത് ഈ ഒരു രീതിയിലാണ് മൊത്തം പണി നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. നമ്മള് കുറ്റം പറയുന്നില്ല, ഇപ്പം റോഡിന് പണി നടക്കുന്നുണ്ട്, മഴയൊക്കെ അല്ലേ. പക്ഷെ ഇങ്ങനെയാണ്, ഇതും കൂടി ശരിയായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ പടപടയെന്ന് അങ്ങ് വേഗം എത്താം. അതെ, ഇതൊന്ന് കഴിഞ്ഞിട്ട് ഇനി കൊയിലാണ്ടിന്ന് അങ്ങോട്ട് നല്ല റൂട്ടാ. ഇപ്പൊ വഴി അങ്ങനെ കാണാം. മക്കളെ വിളിച്ചില്ലേ നീ? വിളിച്ചിട്ട് കിട്ടുന്നില്ല. 2 മിനിറ്റ് ഉണ്ടാവും. ചേട്ടാ തേങ്ങ ഒരു 10 തേങ്ങ കേട്ടാ. 10 തേങ്ങ ഹോട്ടലിലേക്ക് അല്ല നമ്മക്ക്. ഒരാള് നല്ല ഉറക്കം, എന്താ മൂടിപ്പൊതിച്ച. അവിടെ നിന്ന് എന്താ പറഞ്ഞേ? മറ്റേ ഇത് ഷാൾ എന്തിനാ ഇട്ടെന്നാ പറഞ്ഞത്? ഷാള് വെളുപ്പായതുകൊണ്ട് ഇട്ടാണെന്ന്. ഇപ്പൊ സംഭവം നേരം വെളുത്ത് 9 മണി ഒറ്റായി. ഷാളും പൊതിച്ച് നല്ല ഉറക്കം. ഇതിനാണ് ഷാൾ എടുത്തതെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ? എനിക്ക് സ്ഥലമെത്തി, മെത്തി സ്ഥലമെത്തി. ആര് എവിടെ? ഞാൻ അവിടെ എത്തുമ്പോ കൊട്ടി വിളിക്കണം, എന്നാലേ എണീക്കുള്ളൂ. നമ്മളിപ്പോ നമ്മുടെ എന്താ പറയാ, കോഴിക്കോടെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്കൊരു നമ്മൾ പറഞ്ഞ പോലെ എവിടത്തേക്കാ പോണേന്ന് ശരിക്കും പറഞ്ഞില്ല അല്ലെ. പെരിന്തൽമണ്ണയിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. നമ്മൾ ഇന്ന് പെരിന്തൽമണ്ണ അവിടെ നിൽക്കും, സ്റ്റേ ചെയ്തിട്ട് നാളെയാണ് തൃശ്ശൂർക്ക് പോകുക. എന്നിട്ടാണ് അവിടുത്തെ ആഡ് എടുക്കാൻ വേണ്ടി. അതാണ് നമ്മുടെ പ്ലാനിങ്. നമ്മള് 10:48 ഇപ്പൊ സമയം കാണിക്കണേ. ഇനി ഒരു 53 കിലോമീറ്റർ കൂടി ഉള്ളൂ നമുക്ക് പെരിന്തൽമണ്ണയിലേക്ക്. അപ്പൊ ഇനി നമുക്ക് വഴി അങ്ങനെ അവിടെ കാണാം. എനിക്ക് ഉറങ്ങിക്കോട്ടെ, വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ട. നീര ഉറങ്ങിക്കോ. ഗുഡ് മോർണിംഗ്. നല്ല ഉറക്കറങ്ങിയല്ലേ? അരമണിക്കൂർ ഇറങ്ങിയതാ. ഇവളുടെ പ്രത്യേകം എന്താ അറിയാമോ? വണ്ടിയിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടല്ല, ഇവള് ഉറങ്ങും. അതെല്ലാം ആരും ഇല്ലെങ്കിൽ ഞാനും ഇവളും മക്കളും മാത്രമാണെങ്കിൽ എനിക്ക് ഇവള് ഉറങ്ങാതിരിക്കും, കമ്പനി തരാൻ വേണ്ടിട്ട്. അതല്ല ഇനിയിപ്പോ സബേലിയനോ സൺഡേ ഒക്കെ ഉണ്ടെങ്കിൽ ഇവള് കൂർക്കം വലിച്ചുറങ്ങും. ഇപ്പൊ അജയ് ഉണ്ടായതുകൊണ്ട് നല്ല സുഖമായിട്ടിരുന്ന് ഉറങ്ങി അല്ലേ? അരമണിക്കൂർ അരമണിക്കൂർ മുമ്പ് നേരത്തെ വീഡിയോ ക്ലിപ്പ് എടുത്തത്. പിന്നെ നമ്മളിപ്പോ മലപ്പുറം റൂട്ടിലേക്ക് കടന്നു. ശരിക്കും റൂട്ടല്ല, മലപ്പുറം ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് പോയാണ്. നിന്റെ ഫോണിൽ ആര് വിളിച്ചാലും അറിയില്ലല്ലോ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അത്യാവശ്യപ്പെട്ട ആര് വിളിച്ചാലും അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എറണാകുളം പോകുമ്പോ ആ സിനിമേന്റെ ഇന്ദ്രുവിന്റെ ഇതിൽ നിന്ന് ആൾക്കാർ വിളിച്ചിട്ട് 2 വട്ടായിട്ട് വിളിച്ച്. ഇവിടെ അറിഞ്ഞിട്ടില്ല. ഇവളുടെ നമ്പർ കൊടുത്താലുള്ള പ്രശ്നം അറിയാമോ? ഒരു രക്ഷയില്ല, അത് വിളിച്ചാൽ കിട്ടും. ഇത് പുട്ടുണ്ടാക്കുന്ന സമയത്തുണ്ടല്ല, വീട്ടില് രാവിലെ ചായക്ക് പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഫോൺ സൈലന്റ് ആക്കി വെക്കും, എയറോപ്ലെയിൻ മോഡാക്കി വെക്കും. കറി ഉണ്ടാക്കുന്ന സമയത്ത് ഫോൺ എയറോപ്ലെയിൻ മോഡാക്കി വെക്കും. ഇതൊക്കെയാണ് പരിപാടി. ഇങ്ങനത്തെ നിങ്ങളൊക്കെ അങ്ങനെയാണോ? നിങ്ങളൊക്കെ വീട്ടില് കുക്ക് ചെയ്യുന്ന സമയത്ത് ഫോൺ എയറോപ്ലെയിൻ മോഡാക്കി വെച്ചിട്ടാ കുക്ക് ചെയ്യല്? എന്നാ അങ്ങനെ ഒരു സാധനം എന്റെ വീട്ടിലുണ്ട്, വേറെ ആരുള്ളത് ഇരിക്കണം. മറ്റേ കറി ഉണ്ടാക്കുമ്പോ എയറോപ്ലെയിൻ മോഡാക്കുക, ചോറ് ഉണ്ടാക്കുമ്പോ എയറോപ്ലെയിൻ മോഡാക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവള് ഫോൺ എടുത്ത് നോക്കൂലേ? ഇവക്ക് ആ സമയത്താണ് ഫോൺ എയറോപ്ലെയിൻ മോഡ് മാറ്റിയിട്ട് ഇതാക്കണത്. കാരണം എന്താണെന്നറിയാമോ? ഇവക്ക് അത്യാവശ്യം ആരും വിളിക്കാനില്ല. ഇവളുടെ വീട്ടിൽ നിന്ന് അമ്മ, ചേച്ചി, ഇവരുടെ വിളിയാണ് ഇവക്ക് മെയിൻ ഇമ്പോർട്ടന്റ്. ആ വിളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൺഡേ ഒന്ന് രാവിലെ വിളിച്ചാൽ അത് കഴിഞ്ഞു. പിന്നെ വിളിയൊന്നും വെക്കില്ല. ബാക്കി ഇമ്പോർട്ടന്റ് കോൾസിൽ എനിക്ക് വരുന്നോളാന്നുള്ള ധൈര്യം ഉണ്ട് വെക്ക്. ഇവളെ വിളിക്കേണ്ട ആരും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇവള് സൈലന്റ് ആക്കി. ഞാനെങ്ങാനും ഒരു ദിവസം ഫോണ് സൈലന്റ് ആക്കിയാണ്ടല്ല മൊത്തം പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം ഇതുപോലെ നമ്മൾ ഇവിടെ പോയി വന്നപ്പോ, എറണാകുളം പോയി വന്നപ്പോ രാത്രി എത്തിയോണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോണ് കുറച്ചു നേരം ഒന്ന് ഉറങ്ങാൻ എനിക്ക് കഴിയാത്തോണ്ട് ഞാനൊന്ന് ഉറങ്ങാൻ വേണ്ടി സൈലന്റ് ആക്കി. അന്ന് ഭൂലോക പ്രശ്നമായിരുന്നു. എവിടേക്കോ അമ്മയൊക്കെ അന്ന് എറണാകുളം പോയ സമയമാന്ന് തോന്നുന്നു. അമ്മയൊക്കെ അല്ലെ വിളിക്കുന്നു, സന്ധ്യ വിളിക്കുന്നു, ഇവളുടെ വീട്ടിൽ നിന്ന് അവര് ലാസ്റ്റ് ഇവളുടെ അച്ഛനൊക്കെ എന്റെ വീട്ടിൽ അന്വേഷിച്ചു വരുന്നു നമ്മളെ കാണാനുള്ളെന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഇവക്ക് പിന്നെ ഇത് സ്വിച്ച് ഓഫ് ആക്കിയാൽ ഒരു കുഴപ്പമില്ല. അപ്പൊ അതാണ് അവസ്ഥ. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ കോട്ടക്കലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടക്കൽ റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കോട്ടക്കലിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കമന്റ് ഇട്ടോളൂ അല്ലേ? ഓക്കെ. അങ്ങനെ നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റൂം. മക്കളുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, ഇതിപ്പോ എപ്പ ഇങ്ങനെ പോയിന്ന് വെച്ചാൽ മതി അല്ലേ? അച്ചടി ഇല്ലാത്തോണ്ട് എന്തോ പോലെ ഉണ്ട്. ഒരു ഒച്ചപ്പാടും ബഹളം ഒന്നുമില്ല, ഫുൾ സൈലൻസ് ആണല്ലേ.
ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ ആ ഷൂട്ടും കഴിഞ്ഞ് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ തൃശ്ശൂർ പോകും. അപ്പോൾ അതാണ് പ്ലാൻ. ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ആ ഷൂട്ട് തുടങ്ങണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നോക്കട്ടെ. അല്ല എന്നാലും നമുക്ക് ഏറെക്കുറെ 1 മണിയാകുമ്പോൾ ഷൂട്ടൊന്നുമില്ല പറഞ്ഞു. ഓക്കെ, സമയം ഏതാണ്ട് 1:15 ഏതാണ്ടല്ല 1:15 ഇറങ്ങേണ്ട സമയം. ഇപ്പോൾ വിളിച്ചിട്ടാ മൊയിനുക്കാണ് നമ്മളെ ഈ ഇതിനു വേണ്ടി വിളിച്ചത്. അപ്പോൾ മൊയിനുക്കിനെ അറിയാമല്ലോ നിങ്ങൾക്ക്, ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെപ്പോലെ വീഡിയോസൊക്കെ ചെയ്യുന്ന വ്ളോഗറാണ്. അപ്പോൾ മൊയിനുക്ക് അവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തെല്ലാം ഓക്കെ ആയെന്ന് പറഞ്ഞു. അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരാളിത് മുടി കെട്ടുന്നുണ്ട്. മുടി മുടി കെട്ടാൻ അറിയാത്ത ജനിച്ച മുറുക്കി മുടി നിന്റെ തന്നെയല്ലേ, വേറെ ആരതല്ലല്ലോ. പിന്നെ അറിയാണ്ടായി പോയി. അത് ഭയങ്കരമായി പോയി. എന്നൊരു കാര്യം, മുടി കെട്ടാൻ ആരെങ്കിലും ആക്കാം നമുക്ക് സ്ഥിരമായിട്ട്. സമയം കുറഞ്ഞതേ ഡ്രസ് ഇട്ടാലും ഇല്ല, മുടി കെട്ടുന്നതിലാണ് നമ്മളെ വൃത്തി ഉണ്ടാവും, ഷേപ്പല്ലോ മുഖത്തിന്റെ എല്ലാം. പക്ഷെ മുടി എപ്പോഴും ഇങ്ങനെ തന്നെ കെട്ടി അറിയുന്നില്ല. സ്ഥിരം കിട്ടുന്ന എന്തായാലും നമ്മൾ ഇറങ്ങാം. നിക്ക് സാരിയിലാണ് കാട്ടെ. നിക്ക് ഉടുക്കാത്ത സാരി ഒന്നല്ല, ഉടുത്ത സാരിയാണ്. അത് ഇരുട്ടാടി നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് എടുക്കാം. എന്നാ പിന്നെ നമുക്ക് റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഓക്കെ, ചെറുതായിട്ടേ ഡ്രസ്സൊന്ന് മാറ്റിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഞാനിവിടെ പുറത്തിറങ്ങിയപ്പോൾ അകത്തിനെടുത്തിട്ടപ്പോൾ കുഴപ്പമുണ്ടായില്ല. പുറത്തിറങ്ങിയപ്പോൾ ബ്ലാക്ക് ഷർട്ട് മൊത്തം മറ്റേ പൂവിടെ എന്നിട്ട് പോയിട്ട് ഷർട്ടൊന്ന് മാറ്റി ചെറുതായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചല്ലേ. ബിരിയാണിയാണ്, നമ്മുടെ മലപ്പുറം ബിരിയാണി എന്തുണ്ടെന്നൊന്നും നോക്കട്ടല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു മൊയിനുക്ക പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, കഴിക്കേണ്ടതില്ല. രഞ്ജിത്തേട്ടൻ, പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേരെന്താ, വൈബ്സ് ഓഫ് കേരള അല്ലേ? അതെ. അപ്പോൾ നമ്മൾ കിക്കിൻ്റെ മീറ്റിങ്ങിനെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. അതെ. അപ്പോൾ എല്ലാവരോടും ഭക്ഷണം കഴിക്കലാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് മെല്ലെ അങ്ങ് പോകണം അല്ലേ? അപ്പോൾ കഴിക്കട്ടെ. ഞങ്ങളങ്ങനെ പോയി ഷൂട്ടെല്ലാം കഴിഞ്ഞ് ദൈവം റൂമിൽ തിരിച്ചെത്തി അല്ലേ. സമയം ഇപ്പോൾ ഏതാണ്ട് 7 മണി അടുപ്പിച്ചായി കേട്ടാ. കുറച്ച് സമയം ആയതെല്ലാം ഷൂട്ടെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ പിള്ളേരെ വിളിക്കുകയാണ്. അതെ, കുറേ നേരം അവൻ അവിടെ നിന്ന് പോകുന്നപ്പോൾ വിളിച്ചല്ലേ. ചെയ്ത് നോക്കിയിട്ട് വീഡിയോ കോൾ ചെയ്ത് നോക്കി. അമ്മേന്റെ ഫോണിലേക്ക് വിളിച്ചേ നീ? ഹലോ, വീഡിയോ എവിടെ വീഡിയോ കാണാത്തത്? ഹായ് തുഗുശി. ഹായ് കുളിച്ചിട്ട് അതിനെന്താ മുത്തേ, എന്റെ മോള് വാവയുടെ ഹാളിൽ പോയി നോക്ക്. കണ്ണടയെ കൊച്ച് ഞാൻ വിചാരിച്ച അച്ചാച്ചാച്ചാമറ്റാണെന്ന്. ഞങ്ങള് കാണട്ടെ ദൈവം. ഞങ്ങ അവിടെ നിന്ന് വരുമ്പോ ചെറുപ്പ കുഞ്ഞു കൊച്ചായിരുന്നല്ലോ, ഇപ്പൊ വയസ്സനായ, ഇത്ര പെട്ടെന്ന് പ്രായമായ. ആ കണ്ണട വെക്കണ്ട, കണ്ണല്ല ഇതാവും കണ്ണട വെച്ചിട്ട്. നാളെ പോകണ്ടെന്ന് പറഞ്ഞപ്പോഴാ മടിയ. അമ്മേന്റെ സിം ശരിയായ? എങ്ങനെ ശരിയായി? അല്ല, അമ്മേന്റെ സിം എങ്ങനെ ശരിയായി? ഭയങ്കര ഇത് മക്കളെ വീഡിയോ കോൾ വിളിച്ചിട്ട് വരുത്തിരുന്ന് കരയുന്ന നോക്ക്. എന്തടി എന്തിനാ കരയുന്ന്? അച്ഛളെ കാണാണ്ടാവുമ്പോ സങ്കടം വരുമപ്പ. ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല, നമ്മളങ്ങനെ വിട്ടിരിക്കലില്ലല്ലോ. ഇപ്പൊ വിളിച്ചു കഴിയുമ്പോ ഭയങ്കര സങ്കടം. വൈകുന്നേരം ആകുമ്പോ ഒറ്റക്കായ പോലെ തോന്നുന്നു. ഫോണും കൂടി ചെയ്തപ്പോ ഭയങ്കര വിഷമം. ഹലോ, ഇയാള് ഭയങ്കര കരച്ചില്ല. എടേ എന്ത് ചെയ്യുന്നു കരയുന്നു? ഞാനതല്ല ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാലേ കുട്ടികളെയൊക്കെ ഒഴിവാക്കി പോകുന്ന അച്ഛനമ്മമാരിലും ഇല്ലേ, അവരെല്ലാം സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഓരോ ആൾക്കാരോടൊപ്പം പോകുന്നതും വേറെ ആൾക്കാരോടൊപ്പം ഒളിച്ചോടി പോകുന്നതും നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ കുട്ടികളെല്ലാം ഒഴിവാക്കിയിട്ട് ഒളിച്ചോടി പോയ ആൾക്കാരെല്ലാം എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഒരു ദിവസം നമ്മൾ അവരെ വിട്ടേക്കുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരെല്ലാം പോയിട്ട് അവരെന്ത് ജീവിതമായിരിക്കും ജീവിക്കുന്നത് വേറെ ആൾക്കാരോടൊപ്പം? അറിയില്ല. കരയില്ല, നീ എന്താണ് സീനാക്കല്ല നീ. ഓഹോ, നാളെ കഴിഞ്ഞ് ഉച്ചക്കാകുമ്പോൾ അങ്ങോട്ട് എത്തും. അതിനാണ് നീ കരഞ്ഞോണ്ടിരിക്കുന്നത്.
ഹലോ ഹലോ. ഇതാണോ നീ പറഞ്ഞ മൂഡ്? ഇവിടെ എത്തി സങ്കടത്തിലാണ്. ഞാനൊന്ന് ആശ്വസിപ്പിക്കട്ടെ ഗൈസ്, ആശ്വസിപ്പിക്കട്ടെ, എന്നിട്ട് വരാട്ടാ. ഓക്കെ മോളെ വേഗം നോക്ക്, നമുക്കിന്ന് പോണ്ടേ. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഞങ്ങളിത് വീണ്ടും ഇവിടെ നിന്ന് ഇന്നലെ തുടങ്ങിയ ഗുഡ് മോർണിംഗ് ആണല്ലോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി നേരെ തൃശ്ശൂർക്ക്, നമ്മൾ പറഞ്ഞല്ല മഴയാന്ന് പുറത്തട്ടാ. ശരിക്കും മഴയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, കനത്ത മഴയാണെന്നാണ് തോന്നുന്നത്. ഇനി വണ്ടി എടുക്കാൻ പോകാൻ പോലും ചിലപ്പോൾ കഴിയില്ല അങ്ങോട്ടേക്ക്. നല്ല പൊതച്ച് കിടന്ന് ഉറങ്ങാനാണ് തോന്നുന്നത്. പക്ഷെ രക്ഷയില്ല, വീട്ടിൽ പോയിട്ട് നമുക്ക് പൊതച്ച് കിടന്ന് ഉറങ്ങാം. മക്കളെ കാണണ്ടേ? എന്നാ പിന്നെ വേഗം പാക്ക് ചെയ്തോ, നമുക്കവിടെ ഇറങ്ങാം. സമയം രാവിലെ 6 മണിയോടെ എടുക്കുന്നു കേട്ടോ. ഇപ്പം പിടിച്ചാൽ നമുക്കൊരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ പോയിട്ട് ഷൂട്ട് കഴിഞ്ഞ് നമ്മുടെ പ്ലാൻ ഒരു 1 മണിയാകുമ്പോഴെങ്കിലും അവിടെ നിന്ന് വിടണം എന്നാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും മക്കളെ ഉറങ്ങണേക്കുമ്പോൾ വീട്ടിലെത്തുക, വീട്ടിലെത്താൻ നോക്കാം. അതാണ് പ്ലാൻ. അപ്പം നമുക്ക് എന്തായാലും വഴിയെ വണ്ടിയിലേക്ക് കയറിയിട്ട് കാണാം. ഓക്കെ. അതാണ് കണ്ടത്, ഞാൻ അതാണ് ക്യാമറ കട്ടാക്കിയത്. ഇത് ക്യാമറ കട്ടാക്കി എന്നെ കൊണ്ട് കുറേ പണി ആയിക്കോളൂ. അങ്ങനെ നമ്മൾ എന്തായാലും തൃശ്ശൂർക്കുള്ള യാത്രയിലാണ്. റൂമിൽ നിന്ന് ഇറങ്ങി അല്ലേ, നല്ല മഴ. അവിടെ നിന്ന് വിട്ടപ്പോ തന്നെ പറഞ്ഞല്ലോ നല്ല മഴയാന്ന്. നല്ല മഴ, ഇതൊക്കെ എടുക്കുന്നുണ്ട്. ഒരാളിവിടെ മറ്റേ പുതപ്പെല്ലാം ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ് വേണ്ട. ഈ ഷാള് എടുക്കണണ്ട വിചാരിച്ചോടെ ഉണ്ട്. ഷാള് പുതക്കുക, ഉറങ്ങുക. ട്രെയിനിൽ പോയാലും കാറിൽ പോയാലും നമുക്ക് ഉറക്കാൻ മസ്റ്റാണ്. ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല, ഇന്നലെ രാത്രി ഉറങ്ങിയതുകൊണ്ട് വെള്ളമാണ്. റോട്ടിലൊക്കെ ഫുൾ വെള്ളമാണ്. ഏതാണ്ടൊരു 8:35 സമയം കാണിക്കണേ. നമ്മൾക്ക് ചായ എല്ലാം കുടിക്കുമ്പോഴേക്കും ഈ പറഞ്ഞൊരു 9:30 ആവുമല്ലോ. അപ്പം എല്ലാവരും പോവാം. എന്തായാലും നമ്മുടെ തൃശ്ശൂർ വന്ന കാര്യം നടന്നു അല്ലേ. അതിന്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. ആ വീഡിയോ എന്തായാലും വരും. പക്ഷെ അത് യൂട്യൂബിൽ വരുമെന്ന് തോന്നുന്നില്ല അല്ലേ, അത് FBയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരു കുടംപുളി ലേഹ്യത്തിൻ്റെ ഒരു ആഡ് ഷൂട്ടായിട്ട് വീഡിയോ ആയിരുന്നു അല്ലേ. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സാധനം കേട്ടോ. അത് നമ്മുടെ ആമസോണിലൊക്കെ ബെസ്റ്റ് സെല്ലർക്കായിട്ടുള്ള ഇതെല്ലാം കിട്ടി ലേഹ്യമാണ്. എനിക്ക് കുറച്ച് കഴിച്ചൊക്കെ നോക്കുന്നുണ്ടാവും. ഫാറ്റ് ലോസ് ആണ്, നമ്മൾ തടിയെല്ലാം കുറക്കാനും അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ അടിപൊളിയാണ്. അതെ. അപ്പം എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ വന്ന് തൃശ്ശൂരിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് വിടാമെന്ന് വിചാരിച്ചു. ഒരു ഹോട്ടലിൽ വന്നിട്ടുള്ളത്. എന്നിട്ട് ഉറങ്ങും, ഞാൻ ഓടിക്കും അല്ലേ. ഇന്ദ്ര വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്ദ്ര കാത്തിരിക്കുന്നുണ്ട് അവിടെ നമ്മൾ വരാൻ വേണ്ടി. അപ്പൊ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്കട്ടെ, കഴിച്ചിട്ട് എല്ലാം വിടാം. റെഡി. കാര്യമായിട്ട് എന്തൊക്കെയോ മറിച്ച് നോക്കുന്നുണ്ട്. എന്തൊക്കെ അറിയാൻ നോക്കട്ടെ ഇതിനകത്ത്. സൂപ്പർ ചെയ്യാം. പിന്നെ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയനില് സമയം എടുക്കും. ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മളെവിടെ പോയാലും ഇല്ലേ, വലിയ ഹോട്ടലിൽ കയറിയാലുണ്ടല്ലോ എപ്പോഴും പറയും കുഴിമന്തി, ബിരിയാണി. ബാക്കിയുള്ള സാധനം ഓർഡർ ചെയ്യണമെങ്കിലേ വേറെ ആരെങ്കിലും പോകണം. ഞാനീ പറയുന്ന പോലെ എനിക്കും കാര്യങ്ങളൊന്നും അറിയാനില്ല. ഒന്നല്ലെങ്കിൽ ഒരു ഫ്രൈഡ് റൈസ് കാര്യങ്ങൾ അതൊക്കെ അറിയുള്ളൂ. ബാക്കി അല്ലാത്ത കുറേ ഐറ്റംസ് ഒന്നും നമുക്കറിയില്ല. എവിടെ വലിയ ഹോട്ടലിൽ കയറി കഴിഞ്ഞാലും കുഴിമന്തി ഉണ്ടാ, ബിരിയാണി ഉണ്ട്, ഇതന്നെ പരിപാടി. കുറേ നോക്കും, അവസാനം ബിരിയാണിയിലെ കുഴിമന്തിയിലേക്ക് ചേരും. പിന്നെ ഒരു സൂപ്പ് അല്ലേ. പക്ഷെ ഇന്ന് നമ്മൾ പൊളിക്കും. ഇന്ന് അടിപൊളി ഹോട്ടലായിരിക്കണം. ഇന്ന് മൊത്തം സ്പെഷ്യൽ ഐറ്റം വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടോട്ടാ, കാണിച്ചു തരാം. എന്തായാലും ഫുഡ് വന്നിട്ടോ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് കാണണ്ടേ, കാണിച്ചു തരാം. എപ്പോഴും പോലെ സ്ഥിരം കുഴിമന്തി. അവസാനം ഞാൻ പറഞ്ഞില്ലേ എല്ലാം നോക്കി കറങ്ങി വെക്കും. അപ്പം ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം നമുക്ക് വേറെ തന്നെയാണ്. വേറെ ഒന്നും പറയാൻ അറിയാത്തതുകൊണ്ടാണ്. അപ്പം എന്നാ പിന്നെ നമ്മള് ചോറ് കഴിക്കട്ടെ, അല്ല സോറി കുഴിമന്തി കഴിക്കട്ടെ. നീ ബിരിയാണി, ഇവന് ബിരിയാണി മതി എന്ന് പറഞ്ഞു. അവൻ ബിരിയാണി കഴിക്കണം അല്ലേ. ഏത് പീസ്, ലെഗ് പീസോ? ഞാൻ തന്നെ കൂടുതൽ കഴിക്കാം. അപ്പം ശരി, എന്നാൽ പിന്നെ കഴിക്കട്ടെ കേട്ടാ. ഓക്കെ, പോകുമ്പോൾ കാണാം. ഇവിടത്തെ
നമ്മുടെ എന്തായി സങ്കടായ അച്ഛനമ്മ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ജലദോഷം ഉണ്ടല്ലോ എന്റെ മോക്കല്ലേ? ജലദോഷമുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങള് അവിടുന്ന് ചോറ് കഴിക്കുന്നത് വരെയാണ് നമ്മൾ എടുത്തത് അവിടുന്ന് അല്ലേ. ചോറ് കഴിച്ച് നമ്മളെ കുഴിമന്തി കഴിച്ച് വണ്ടി കയറിയതിനു ശേഷം പിന്നെ ഒന്നും എടുത്തിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കില് വണ്ടി കയറി ഇവള് പിന്നെ ക്ഷീണ കുറെ നേരം ഉറങ്ങി. ഇല്ല ഇറങ്ങിക്കോട്ടെ നമ്മൾ ഉറങ്ങിയത്. പിന്നെ ഒന്നും ഉണ്ടായില്ല കാര്യമായിട്ട്. നമ്മൾ എങ്ങനെയും വേഗം ഇങ്ങോട്ടേക്ക് എത്തണം എന്നുള്ള ആ ഒരു മൂഡായിരുന്നു. അങ്ങനെ വേഗം എത്തിച്ചാൽ ബ്ലോക്കൊക്കെ ഉണ്ടായി അത്യാവശ്യം. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇപ്പൊ സമയം എത്ര മണിയായി? 9:40 നമ്മള് വീട്ടിലെത്തി. 2 ദിവസം കാണാണ്ടായപ്പോക്കും ഭയങ്കരമായി. അച്ഛൻ എന്തിയമ്മേ? അപ്പൊ എന്നാ പിന്നെ വീട്ടിൽ കയറിയിട്ട് ലേശം കഞ്ഞി കുടിക്കണം. കഞ്ഞിയൊക്കെ ഇടില്ലേ അമ്മേ? കഞ്ഞിക്ക് എന്താ കറി? അയിലക്കറി ചമ്മന്തി ഒന്നും ആക്കിയിട്ടില്ല. ഞാൻ എന്ത് ചമ്മന്തി ആക്കണഞ്ഞി? അയിലക്കറി എന്ത് കഞ്ഞി കുടിക്കാനാണ്? ഞാൻ വെച്ചാൽ ചമ്മന്തി എന്തായാലും. എന്നാ മറ്റേ ഉപ്പുമാങ്ങലും ചമ്മന്തിയൊക്കെ ആയിരുന്നില്ല നമുക്ക്. എന്നാ പിന്നെ നമ്മൾ കഞ്ഞി കുടിക്കട്ടെ. എന്നാ പിന്നെ തൽക്കാലം നമ്മൾ എന്തായാലും ഇവിടുന്ന് പോകുമ്പോഴുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ നമുക്കതൊന്ന് വൈൻഡ് അപ്പ് അടിക്കാം അല്ലേ? വെറുതെ ചുമ്മാ ഒരു അങ്ങനെ ഒരു യാത്ര, ഇവരൊന്നും ഇല്ലാത്തൊരു യാത്ര അങ്ങനെ കഴിഞ്ഞ് തിരിച്ചെത്തി. വലിയതൊന്നുമില്ല, ഒരു ബോറ് യാത്ര എന്ന് പറയുകയാണെങ്കിൽ. അപ്പൊ എന്നാ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്. ഇതിലുണ്ട് നമുക്കൊരു കിസ്സെല്ലാം ഉണ്ട്. ഓക്കെ.